ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ചെറിയ മോന് ഇതാ ചീരാപ്പറങ്കി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊലായിൽ എത്തിമേൽ വെച്ച് എനിക്ക് കാണിച്ചു തരാണ്. അമ്മ കുറേ ദിവസമായില്ലേ പറിക്കാൻ പറഞ്ഞിട്ട്, ഞാനിതാ ഇപ്പം പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ് ആ തെങ്ങിൻ്റെ അടുത്ത് 2 കവറിൽ കുഴിച്ചിട്ടതിന് അതും കാണിച്ചു തരാണ് അവിടെ നിന്നാണ് പറിച്ചതെന്നൊക്കെ. അപ്പോൾ അത് വലുതായി എന്താ പറിക്കാത്ത, ചമ്മന്തി ഒടിച്ചോ കറി വെച്ചോ എന്നൊക്കെ എന്നോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായല്ല, അപ്പോൾ എനിക്ക് ചമ്മന്തി എന്തെങ്കിലും പൊടിച്ച് കൊടുക്കാൻ ചൊല്ലി ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ അവിടെ വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മലപ്പുറമോ അങ്ങനെ എന്തോ പറയില്ല, ദോശ, നീർദോശ എന്നൊക്കെ, നേരിയ കനയില്ലാത്ത ദോശയാണ്. അപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഞാനിത് യൂട്യൂബ് കണ്ടതാണ്. അതിൻ്റെ ശേഷം വെറും ഇത് തന്നെയാണ് ഇവിടെ. എളുപ്പമല്ലേ, രാത്രി പച്ചരി അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയല്ലോ. തേങ്ങയും കൂട്ടി അരച്ച് വേദങ്ങ് കലക്കി ഒഴിച്ചാൽ മതി. ഇന്ന് ഞാൻ കുറച്ച് ചെറിയ ജീരകവും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെയുള്ള ദോശ, മറ്റേ നല്ല വൈറ്റ് കളറായിരിക്കും. ഇപ്പം ഇന്ന് ലേശൊരു ലൈറ്റ് ബ്രൗൺ പോലെ ഉണ്ട്. അപ്പോൾ വെറുങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റായിരിക്കും, കറിയൊന്നും ഇല്ലാതെ തന്നെ ആ ഫ്ലേവർ ഉള്ളതുകൊണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ട് കറി എന്നും പറയും, നമ്മൾ പൊട്ടാറ്റോ സ്റ്റൂ എന്നൊക്കെ പറയില്ല, അയ്യ കറിയാണ്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ട്, അതുകൊണ്ടിട്ട് 2 ഉരുളക്കിഴങ്ങ് മതിയെന്ന് വിചാരിച്ചു. 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്യുന്ന. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ദോശ ഞാൻ മാറ്റി മാറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോനുണ്ട് അപ്പുറത്തുനിന്ന് വിളിക്കുന്ന, വാശി, സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ്, ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ അല്ലെന്ന്. അപ്പോൾ പോവില്ല എന്നുള്ള വാശി, LKG അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓനെ പോയി ഉണർത്തി വരുന്നുണ്ട്. രാവിലെ നേരത്തെ എണീറ്റുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയായിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപാട് വീണ്ടും പോയി ബെഡുമൊക്കെ കിടന്ന് ഞാൻ പോവില്ല. അപ്പോൾ രണ്ടാമത്തെ ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഉരുളക്കിഴങ്ങ് സ്റ്റൂ എന്ന് പറയുന്നത്. പൊട്ടാറ്റോ സ്റ്റൂ ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ ദോശ, പൂരി, ചപ്പാത്തി, പത്തിരി എന്തിനും ചേരുമല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊട്ടാറ്റോ കിട്ടിയാലും മൂപ്പര് വേഗം പറയും സ്റ്റൂ ഉണ്ടാക്കിക്കോന്ന്. അതിനായിട്ട് ഞാൻ മാറ്റി വെക്കും. മോന് ഉരുളക്കിഴങ്ങ് കണ്ട് അന്നേരം പൊരിച്ച് പിന്നെ ചോറിന് കൂട്ടണം. അങ്ങനെ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ല, അതുപോലെ ആക്കി കൊടുക്കണം. അതാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു വലിയ ഉള്ളി ഒരു മീഡിയം സൈസാണ് അരിഞ്ഞിടുന്നത്. ഒരു പച്ചമുളക് മുറിച്ചിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരാം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും മോൻ്റെ വക ഒരു ഹായ് പറയാൻ പറഞ്ഞ് നാണം കുണുങ്ങിയാണ്. അപ്പോൾ ഓൻ്റെ വക എല്ലാവർക്കും ഒരു ഹായ്. പിന്നെ ദോശ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് അവിടെ വലിയുള്ളി മുറിച്ചിടാനാണ്. ഉള്ളിയും തിരിഞ്ഞ് നടക്കുകയാണ്. ഉള്ളി കൊട്ട ഒരു സ്ഥലത്ത് വെച്ചാൽ കാണൂല. എൻ്റെ മോനെ ഉള്ളിക്കൊട്ടയും പച്ചമുളകിൻ്റെ കൊട്ടയും അങ്ങനെ ഓരോ കൊട്ടയും എടുത്ത് നടന്ന് കളിക്കും. കളിക്കാൻ വേണ്ടാത്തൊരു സാധനമല്ല, കിച്ചൻ്റെ ഉള്ള എല്ലാ സാധനവും കളിക്കാൻ വേണം. ഒരു വലിയുള്ളി എടുത്താണ് അരിയുന്നത്. ഒരു ഉള്ളി ആയതുകൊണ്ട് ഞാൻ കൈമ തന്നെ വെച്ച് ഇങ്ങനെ അരിയാണ്. ഇപ്പോൾ 2-3 ഉള്ളിയൊക്കെ ആണെന്നുണ്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊന്നല്ല വിചാരിച്ചിട്ട് അതിൻ്റെ ഞെട്ടെടുത്ത് ഞാൻ കളഞ്ഞു. കൈമേലിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. വെക്കേഷൻ കഴിഞ്ഞ് കൂടാൻ പോയി എല്ലാവരും തിരിച്ച് വന്നിട്ടുണ്ടാവില്ലേ കുട്ടികളൊക്കെ. അപ്പോൾ ഇവിടെയും മക്കളൊക്കെ അപ്പം വെക്കേഷൻ കഴിഞ്ഞ് വന്നതാണ്. സ്കൂളിൽ പോകാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട്. ഇന്നലെ രാത്രി തൊട്ടേ പറയുന്നുണ്ട്, നാളെ സ്കൂൾ തുറക്കുന്ന ദിവസം, മറ്റന്നാൾ സ്പോർട്സാണ്, നാളെ ഒരു ദിവസം പഠിപ്പൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ പോയി വരണം, അങ്ങനെ ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പല കാരണം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നാളെ എന്തായാലും പോകണം. അപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അത് മതിയല്ലോ. പിന്നെ കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടു. പിന്നെ കുക്കറുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഗ്യാസ് കഴിഞ്ഞാൽ ഞാൻ അടുപ്പത്ത് കുക്കറൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ടാണ് കുക്കറിൻ്റെ കോലം ഇങ്ങനെ.
എല്ലാം മാറ്റാനായിരിക്കും, എല്ലാം എക്സ്പയറി ആയിരിക്കും. ഇനി പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങാൻ ഓരോന്നോരോന്ന് വാങ്ങാമല്ലോ. 2-3 പാത്രം കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ദോശ പരിപാടി അതിനെക്കൊണ്ട് ഇതിൻ്റെ ഇരിയെ തന്നെ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോഴത്തേക്ക് അടി പിടിക്കണം. അപ്പോൾ അരപ്പിനേക്ക് വേണ്ടി തേങ്ങയിലേക്ക് തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കുറച്ച് പെരുംജീരകവും കൂട്ടിയാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ അരപ്പ് അരച്ച് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ, മഞ്ഞൾപ്പൊടി ഇടാത്ത വൈറ്റ് കളറാണ് സ്റ്റൂ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുറുമാവും, ഉരുളക്കിഴങ്ങിൻ്റെ കുറുമ എന്നൊക്കെ പറയില്ല. അതിൽ ക്യാരറ്റ്, ഗ്രീൻ പീസ് അതൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ കുറുമയായിട്ടാണ് വരിക. അതും നല്ല ടേസ്റ്റാണ്, അതും ഞാൻ ഉണ്ടാക്കാറുണ്ട്. മസാല ദോശക്കൊക്കെ വെജിറ്റബിൾ കുറുമ എന്നും പറഞ്ഞ് നല്ല രസമാണ്. അപ്പോൾ ഇത് വെറും ഉരുളക്കിഴങ്ങിനെ കൊണ്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇഷ്ട് കറി പോലെ ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ ഇഷ്ട്, ബീഫ് ഇഷ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ കറി ഉണ്ടാക്കാറുണ്ടോ എന്ന് പറയണേ. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തു, കലക്കി ഒന്ന് തിളച്ച് വരണം. തിള വന്ന് കഴിഞ്ഞാൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് വേണമെന്നില്ല, ഒരു കുഞ്ഞ് സ്പൂണാണ്, 1/2 സ്പൂണ് മതി. ഗരം മസാലയും പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും കഴിഞ്ഞ് ഞാൻ കടുക് വറവ് ഇടാറുണ്ട് ഞാൻ, പക്ഷേ ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. കടുക് വറവിടാതെ തന്നെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച ആ മിക്സ് പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ച പാടെ തന്നെ ആ മിക്സ് ഞാൻ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മൂടി വെക്കുക, ഗ്യാസ് ഓഫ് ചെയ്ത്, പിന്നെ തുറക്കൂല. അപ്പം നമ്മളെ ലാസ്റ്റ് ദോശ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പരിപാടി. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. എല്ലാം കൂടി ടൈം 7:30 മണിയായിട്ടുണ്ട്. മോനൊന്ന് ട്യൂഷൻ പോയിട്ടില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ 7 മണിക്ക് അവൻ ഇറങ്ങും. അപ്പോൾ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും കഴിച്ച് പോയി. അവസാനം ചോട്ടാബായി ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ചോട്ടാബായി ദോശയൊക്കെ നന്നെന്ന് പറയുന്നുണ്ട്. ഹാപ്പി